അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അയ്യുഹത്തുല്ലാബിൽ അഅ്സാ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ബിതാഖത്ത് ഷോജ് അല്ലേ, ബോർഡിംഗ് പാസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി നമ്മുടെ 1ാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പോസ്റ്ററുകൾ കാണിക്കുക കേട്ടോ. നമ്മൾ ലോത്തുൽ അറബിയ, അറബി ഭാഷയാണ് അല്ലേ, അറബി ഭാഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറബി ഭാഷയുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഒരു പദത്തിന് തന്നെ ധാരാളം അർത്ഥങ്ങളും അതുപോലെ തന്നെ ഒരു പദത്തിന് തന്നെ സമാന അർത്ഥത്തിൽ വരുന്ന അഥവാ മുത്തറാദിഫുകളായിട്ടുള്ള ഒരുപാട് പദങ്ങളെയും ലിദ്ദുകളെയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അറബിയിൽ കാണാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഖുർആനിൻ്റെ ഭാഷയാണ്. അതുപോലെ നമ്മുടെ ഹദീസുകളും പ്രാർത്ഥനകളും എല്ലാം വന്നിട്ടുള്ളത് ഏതിലാണ്? അറബി ഭാഷയിലാണ് അല്ലേ. തുടക്കത്തിലെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന അല്ലേ, വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷ കൂടിയാണ് ഇത് അറബി ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോകത്ത് 422 മില്യണിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഏത്? അറബി ഭാഷ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അറബി ഭാഷയിൽ കാണാൻ പറ്റുന്ന ലോദ് എന്ന് പറയുന്ന അക്ഷരം അഥവാ ആ ഒരു ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം നമുക്ക് വേറെ ഏത് ഭാഷയിലും കാണാൻ സാധിക്കുകയില്ല എന്നാണ്. പിന്നെ നമുക്കറിയാം 13ഓളം ശൈലികളിൽ, അതായത് അറബി ഭാഷയാണെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിൽ 13ഓളം രീതികളിൽ ശൈലികളിലായിക്കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ നമ്മുടെ UNO ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു ഭാഷ കൂടിയാണ് ഏത്? അറബി ഭാഷ എന്ന് പറയുന്നത്. 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ വരുന്നത്. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞു, വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ഭാഷ കൂടിയാണ് ഏത്? അറബി ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഭാഷയാണ് നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറബി ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ലോത്തുൽ ലോദ് എന്നാണ് അല്ലേ. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എന്നാണ് അല്ലേ. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. ലോത്തുൽ ലോദ് നേരത്തെ ടീച്ചർ പറഞ്ഞു അറബി ഭാഷയിൽ മാത്രം കാണപ്പെടുന്ന ഒരു അക്ഷരമാണ് ഏത്? ലോദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറബി ഭാഷയ്ക്ക് നമ്മൾ ലോത്തുൽ ലോദ് എന്ന് പറയുന്നത് കേട്ടോ. അറബി ഭാഷയ്ക്ക് എന്തുകൊണ്ടാണ് ലോത്തുൽ ലോദ് എന്ന് പറയുന്നത്? അറബി ഭാഷയിൽ മാത്രമാണ് ലോദ് എന്ന് പറയുന്ന അക്ഷരം കാണപ്പെടുന്നത്. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ലോത്തുൽ ലോദ്. ഇസ്മുന്നാഹർ ലോത്തുൽ അറബിയ, അറബി ഭാഷയുടെ മറ്റൊരു പേരാണ് ലോത്തുൽ ലോദ്. നമുക്ക് ആ പാഠഭാഗം വായിച്ചു നോക്കാം. ടീച്ചർ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അന ബിൻതു അദ്നാൻ യുസമ്മീനി അൽഅഹ്ബാബു ബിലോത്തുൽ ലോദ് തജിദൂനനി ഫി കുല്ലി മജാലിൻ ഫിൽ ഉലൂമി വത്തെക്നോളജിയ വഫി മൈദാനിൽ ഫന്നി വൽ അദബ് വഫി സിനാഅ വത്തിജാറ. ഇദാ ദഖൽതും അസ്സൂഖൽ മർകസി തറൗനഹും അലൽ ഉൽഫി വൽ ഉൽബാത്ത് വഫിൽ ലായിഹാത്ത് വൽ ഇഅലാനാത്ത് കുല്ലിഹാ. نقش اسمي في مقر هيئة الأمم المتحدة. المكتبات مليئة بالكتب العربية العلمية، وسعت جميع أنواع الأدب من الروايات والمسرحيات والقصص والأقاصيص والأشعار والأناشيد. أفتخر بتراثي. ഇവിടെ അറബി ഭാഷ സംസാരിക്കുന്ന പോലെയാണ് നമ്മുടെ പാഠഭാഗം വന്നിട്ടുള്ളത് കേട്ടോ. അന ബിൻതു അദ്നാൻ, ഞാൻ ആരാണ്? അന ബിൻതു അദ്നാൻ അല്ലേ. അറബി ഭാഷ പറയാണ് ഞാൻ ആരാണ്? ബിൻതു അദ്നാനാണ്, ഞാൻ അദ്നാൻ്റെ പുത്രിയാണ് അല്ലേ. അന ബിൻതു അദ്നാൻ. യുസമ്മീനി സമ്മ മമന സമ്മ, പേര് വിളിക്കുക കേട്ടോ, പേര് വിളിക്കുക. യുസമ്മീനി, എന്നെ പേര് വിളിക്കും. അൽ അഹ്ബാബു, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലേ. എന്നെ സ്നേഹിക്കുന്നതായ, എനിക്ക് പ്രിയപ്പെട്ടതായ ആളുകളെ എന്നെ വിളിക്കാറുള്ളത് എന്താണ്? ബിലോത്തുൽ ലോദ്. എന്താ വിളിക്കാറുള്ളത്? ലോത്തുൽ ലോദ് എന്ന് പറയും അല്ലേ. തജിദൂനനി,
തെജിദൂനനി നിങ്ങൾക്ക് എന്നെ കാണാം. തെജിദൂനനി നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ഫീ കുല്ലി മജാലിൻ മജാല് മേഖല എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കുമെന്നാണ്. അന ബിൻതു അദ്നാൻ ഞാൻ അദ്നാൻ്റെ പുത്രിയാണ്. യുസമ്മീനി അൽ അഹ്ബാബ് എന്നെ സ്നേഹിക്കുന്നവർ എന്നെ വിളിക്കാറുള്ളത് എന്താണ്? ലോത്തുല്ലോത്ത് എന്നാണ്. തെജിദൂനനി നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ഫീ കുല്ലി മജാലിൻ എല്ലാ മേഖലകളിലും. ഫിൽ ഉലൂം മമാന ഉലൂം സയൻസിലെ അതുപോലെ തന്നെ ടെക്നോളജി ഫീ മൈദാനിൽ ഫന്ന് അതേപോലെ തന്നെ മൈദാനിൽ ഫന്ന് എന്ന് പറഞ്ഞാൽ ആർട്ടാണ് അല്ലേ, കലാപരമായിട്ടുള്ള മേഖലകളിൽ. അതുപോലെ തന്നെ വൽ അദബ് സാഹിത്യത്തിൽ വഫി സിനാഅത്ത് വ്യാവസായിക മേഖലകളിൽ തിജാറ ബിസിനസ്സാണ്, കച്ചവടം അല്ലേ, കച്ചവട മേഖലകളിലും എല്ലാം നിങ്ങൾക്ക് എന്താണ് എന്നെ കാണാൻ സാധിക്കുമെന്നാണ്. ഇതാ ദഖൽത്തും ഇതാ ദഖൽത്തും ദഖല പ്രവേശിക്കുക, ദഖൽത്തും നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂക്കൽ മർക്കസി സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തെറൗനനി നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അലൽ ഒലുഫ് കവറുകൾക്കാണ് ഒലുഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ പ്രോഡക്റ്റിൻ്റെ പുറത്ത് വരുന്ന കവറുകളുണ്ടല്ലോ. ഒലുബാത്ത് ബോക്സുകളാണ്. ലായിഹാത്ത് ബോർഡുകളാണ് കേട്ടോ, ബോർഡുകൾ. അതുപോലെ തന്നെ ഇഅലാനാത്ത് പരസ്യങ്ങൾക്കാണ് ഇഅലാനാത്ത് കുല്ലിഹ ഇവയിലെല്ലാത്തിലും തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്നാണ്. ടീച്ചർ അവിടെ കൊടുത്തിട്ടുള്ള അറബിയിലുള്ള ബോക്സുകളും അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി ഭാഗം വായിച്ചു നോക്കാം. നുക്കിഷ ഇസ്മി ഫി മഖദി ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ എന്നാണ് അല്ലേ. നുക്കിഷ എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കുക എന്നാണ് കേട്ടോ. കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇസ്മി എൻ്റെ പേര്, ഇസ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. ഫി മഖദി ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ ഐക്യരാഷ്ട്രസഭയാണ് കേട്ടോ. യുഎൻഒയുടെ ആസ്ഥാനത്ത്, ആസ്ഥാനം. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ പേര് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അൽ മക്തബത്തിൻ്റെ ജംആണ് മക്തബാത്ത് ലൈബ്രറികളൊക്കെ തന്നെ മലീഅത്തുൻ അത് നിറക്കപ്പെട്ടിട്ടുള്ളതാണ്. ബിൽകുത്തുബിൽ അറബിയ അറബി ഭാഷയിലുള്ളതായ അൽ ഇൽമിയ വൈജ്ഞാനിക പുസ്തകങ്ങൾ കൊണ്ട് എന്നാണ്. ബിൽകുത്തുബിൽ അറബിയ അൽ ഇൽമിയ വൈജ്ഞാനികമായിട്ടുള്ള അറബി ഭാഷയിലുള്ള പുസ്തകങ്ങൾ കൊണ്ട് ലൈബ്രറികളൊക്കെ തന്നെ നിറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. വസിഅതു ജമിയ അൻവാഇൽ അദബ് ഞാൻ വിശാലമായി തീർന്നു. വിശാലമായി തീരുക കേട്ടോ. ഞാൻ വിശാലമായി തീർന്നു. ജമിയ അൻവാഇൽ അദബ് സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും. ജമിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ അല്ലേ. അൻവാ നൗഇൻ്റെ ജംആണ് അൻവാ ഇനങ്ങൾ. അൽ അദബ് സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും ഞാൻ വിശാലമായിരിക്കുന്നു എന്നാണ്. അഥവാ സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും ഞാനുണ്ട് എന്നർത്ഥം. ഏതിലൊക്കെയാണ് പിന്നെ റിവായത്തുൻ ജംആണ് റിവായാത്ത് നോവലുകൾ. വൽ മസ്റഹിയത്തുൻ ജംഅ് മസ്റഹിയാത്ത് നാടകങ്ങൾ. വൽ ഖിസ്സത്തുൻ ജംആണ് ഖിസ്സസ് കഥകൾ കേട്ടോ. വൽ അഖാസീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറീസാണ്, ചെറുകഥകൾ. വൽ അഷ്ആർ കവിതകൾ അല്ലേ. വൽ അനാഷീദ് ഗാനങ്ങൾ പാട്ടുകൾ. നഷീദത്തുൻ ജംആണ് അനാഷീദ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഞാനുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഫ്തഖിറു ബി തുറാസി അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാൻ അഭിമാനം നടിക്കുന്നു. ബി തുറാസി തുറാസ് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ആ ഒരു പൈതൃകത്തിൽ, എൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അഭിമാനം കൊള്ളുന്നു എന്നാണ് അഫ്തഖിറു ബി തുറാസി എന്ന് പറഞ്ഞാൽ. ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിൽ വരുന്നത്. അറബി ഭാഷ സംസാരിക്കുകയായിരുന്നല്ലേ ഇത്രയും സമയം. ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. താഴെ വരുന്ന ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ.
ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുറാജിഉ നസ്സ വനുജീബ് എന്നാണ്. അതായത് നമ്മുടെ പാഠഭാഗത്തിലേക്ക് മടങ്ങാം, വനുജീബ്, എന്നിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം, ഉത്തരം എഴുതാം എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ലിൽ ലോത്തിൽ അറബിയ അസ്മാഉൻ മാഹിയ. അറബി ഭാഷയ്ക്ക് വേറെയും പേരുകളുണ്ട് എന്നാൽ ലുഗത്തിൽ അറബിയ അസ്മാ ഉൻ ഇസ്മ അസ്മാ ഇസ്മിൻ്റെ ജം ആണ് അസ്മാ അല്ലെ പേരുകൾ. അറബി ഭാഷയ്ക്ക് വേറെയും പേരുകളുണ്ട്. മാഹിയ അവ ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പാഠഭാഗം നോക്കാം. അവിടെ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ ലോത്തുൽ ലോദ്. അപ്പം അറബി ഭാഷയ്ക്ക് പറയുന്നൊരു പേരാണെന്ത്? ലോത്തുൽ ലോദ്, ലോദിൻ്റെ ഭാഷ. അതേപോലെ തന്നെ അന ബിൻതു അദ്നാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ബിൻതു അദ്നാൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? അറബി ഭാഷയ്ക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ അറബി ഭാഷ ഖുർആൻ്റെ ഭാഷയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ലോത്തുൽ ഖുർആൻ. എന്താണ്? ലോത്തുൽ ഖുർആൻ. ഈ പേരുകളൊക്കെ തന്നെ നമുക്ക് അറബി ഭാഷയ്ക്ക് പറയാൻ പറ്റും. ലോത്തുൽ ലോദ്, ബിൻതു അദ്നാൻ, അതുപോലെ തന്നെ ലോത്തുൽ ഖുർആൻ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഐന നൊക്കിഷ് ഇസ്മു ലോത്തിൽ അറബിയ എന്നാണ് അല്ലേ. ഐന നൊക്കിഷ എവിടെയാണ് കൊത്തി വെക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇസ്മുൽ ലോത്തിൽ അറബിയ അറബി ഭാഷയുടെ പേര് അതെവിടെയാണ് കൊത്തി വെക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എവിടെയായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്താണ് അല്ലേ. അപ്പം എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? ഇവിടെ നമുക്ക് നാലാമത്തെ ലൈനിലായിട്ട് കാണാൻ പറ്റും. നൊക്കിഷ ഇസ്മി ഫി മഖരി ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ. അപ്പോൾ ഇവിടെ എങ്ങനെ ഉത്തരം പറയാം? ഫി മഖരി ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ. അങ്ങനെയാണ് അവിടെ ഉത്തരം പറയേണ്ടത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം. മത്താ നഹ്തഫിലു ബിൽയൗമിൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ. ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. മത്താ നഹ്തഫിലു എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത്? ബിൽയൗമിൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ ലോക അറബി ഭാഷാ ദിനം. എന്നാണ് ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നത്? ഡിസംബർ 18 അല്ലേ. ഡിസംബർ 18. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് എന്താണ്? ഡിസംബർ 18 കേട്ടോ. 18 ഡിസംബർ. നാലാമത്തെ ചോദ്യം നോക്കൂ. മൽ മുറാദു ബി ബിൻതി അദ്നാൻ. ബിൻത് അദ്നാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്താണ്? അൽ ലുഗത്തുൽ അറബിയ. എന്താണ്? അൽ ലുഗത്തുൽ അറബിയ അറബി ഭാഷയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിൻത് അദ്നാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ചോദ്യത്തിൻ്റെയും ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. നുക്കിമിലുൽ ഖാന കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ ആ കോളങ്ങൾ പൂർത്തിയാക്കാനാണ് അല്ലേ. നുക്കിമിലുൽ ഖാന കമാഫിൽ മിസാൽ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അഫ്തഹിറു ബി വചനി എന്നാണ്. അഫ്തഹിറു ഞാൻ അഭിമാനം കൊള്ളുന്നു, ബി വചനി എൻ്റെ നാടിനെ കൊണ്ട്. അപ്പോൾ എൻ്റെ നാടിനെ കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ്. അപ്പോൾ അവിടെ ആ ഒരു ഹംസ അല്ലേ, അഫ്തഹിറു ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ള ആ ഒരു ഹംസ ഏതിൻ്റെ ഹംസയാണ്? ഫിഅല് മുലാരിയുടേതാണ് അല്ലേ. അഫ്തഹിറു ഞാൻ അഭിമാനം കൊള്ളുന്നു. അങ്ങനെയെങ്കിൽ നീ അഭിമാനം കൊള്ളുന്നു എന്നെങ്ങനെയാണ് പറയുക? നീ അൻത എങ്ങനെ പറയും? തഫ്തഹിറു അല്ലേ. തഫ്തഹിറു. എഫ്തഹിറു പ്ലസ് അൻറ്റയാണ് എന്ത്? തഫ്തഹിറു. എഫ്തഹിറു പ്ലസ് അനയാണ് എന്ത്? അഫ്തഹിറു ഞാൻ അഭിമാനം കൊള്ളുന്നു. തഫ്തഹിറു നീ അഭിമാനം കൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എങ്ങനെ പറയും? യഫ്തഹിറു പ്ലസ് നെഹ്നു എന്തായിട്ട് വരും? നഫ്തഹിറു ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മനസ്സിലായോ? അപ്പോൾ അഫ്തഹിറു ബിവചനി എന്നാണ് അല്ലേ. ഞാൻ എൻ്റെ നാടിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നു എന്നാണ്. അപ്പം നീ എങ്ങനെ പറയാം? നീ നിൻ്റെ നാടിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നു എന്നാണ് അല്ലേ. അപ്പം എങ്ങനെ പറയും? തഫ്തഹിറു ബിവചനി ക അല്ലെ. ബിവചനി ക നിൻ്റെ നാടിനെ കൊണ്ട് നീ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളുടെ നാടിനെ കൊണ്ട് എങ്ങനെ പറയും? ബിവചനീന. ബിവചനീന ന ഞങ്ങളുടെ അല്ലെ. ബിവചനീന നഫ്തഹിറു ബിവചനീന. ഇതുപോലെ താഴെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളും നിങ്ങൾ പൂർത്തിയാക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അഫ്തഹിറു ബിലുഅത്തി എന്നാണ് അല്ലേ. അഫ്തഹിറു ഞാൻ അഭിമാനം കൊള്ളുന്നു, ബിലുഅത്തി എൻ്റെ ഭാഷ കൊണ്ട്. അപ്പോൾ എങ്ങനെ പറയും? തഫ്തഹിറു തഫ്തഹിറു ബിലുഅത്തിക അല്ലേ. തഫ്തഹിറു ബിലുഅത്തിക
നിൻ്റെ ഭാഷ കൊണ്ട് നീ അഭിമാനം കൊള്ളുന്നു. നഫ്തഖിറു ബിലുഅതിന. എങ്ങനെ പറയാം? നഫ്തഖിറു ബിലുഅതിന. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അഫ്തഖിറു ബി മദ്റസതി എന്നാണ് അല്ലേ. എൻ്റെ സ്കൂളിനെ കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. എങ്ങനെ പറയാ? നീ അഭിമാനിക്കുന്നു എങ്ങനെ പറയും? തഫ്തഖിറു. തഫ്തഖിറു ബി മദ്റസതിക. തഫ്തഖിറു ബി മദ്റസതിക. ഇനി ഞങ്ങൾ എങ്ങനെ പറയാ? നഫ്തഖിറു അല്ലെ. നഫ്തഖിറു ബി മദ്റസതിന. ബി മദ്റസതിന. ഇനി അഫ്തഖിറു ബി സഖാഫത്തി എന്നാണ് അല്ലേ. സഖാഫത്ത് സംസ്കാരം, കൾച്ചറിനാണ് സഖാഫത്ത് എന്ന് പറയാം കേട്ടോ. അഫ്തഖിറു ബി സഖാഫത്തി, എൻ്റെ സംസ്കാരത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. അപ്പം നിൻ്റെ സംസ്കാരത്തിൽ നീ അഭിമാനിക്കുന്നു എങ്ങനെ പറയും? തഫ്തഖിറു ബി സഖാഫത്തിക. തഫ്തഖിറു ബി സഖാഫത്തിക. ഓക്കെ, ഇനി ഞങ്ങൾ എങ്ങനെ പറയാം? നഫ്തഖിറു അല്ലേ. നഫ്തഖിറു ബി സഖാഫത്തിന. നഫ്തഖിറു ബി സഖാഫത്തിന. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. നഖറഉ വ നഫ്ഹമു, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എന്നാണ്. അൽ മക്തബാതു മലീഅത്തുൻ ബിൽ കുതുബിൽ അറബിയ്യ അൽ ഇൽമിയ്യ. അൽ മക്തബാതു, ലൈബ്രറികൾ, മലീഅത്തുൻ, അത് നിറക്കപ്പെട്ടിട്ടുള്ളതാണ്, ബിൽ കുതുബിൽ അറബിയ്യ, അറബി ഗ്രന്ഥങ്ങൾ കൊണ്ട്, അൽ ഇൽമിയ്യ, വൈജ്ഞാനികപരമായിട്ടുള്ള. ഖറ അൽ വലതു അൽ ലായിഹാത്തി, എല്ലാം നമ്മുടെ പാഠത്ത് വന്നിട്ടുള്ളതാണ് അല്ലേ. ഖറ അൽ വലതു, കുട്ടി വായിച്ചു, അല്ലായിഹാത്തി, ബോർഡുകൾ, അനമക്തൂബൻ, ഞാൻ എഴുതപ്പെട്ടിട്ടുള്ളതാണ്, അലൽ ഉൽബാത്തി, ബോക്സുകളിൽ, അപ്പോൾ ബോക്സുകളിൽ എന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൽ മക്തബാത്തു അല്ലായിഹാത്തി അൽ ഉൽബാത്തി എന്നൊക്കെ പറയുന്ന പദങ്ങളുടെ അവസാനത്തിൽ ഒരു അലിഫും താവും ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് മുഅന്നസ് സാലിമിൻ്റെ താ ആണത്. അതായത് ഒരു മുഅന്നസ് ആയിട്ടുള്ള പദം, ഒരു സ്ത്രീലിംഗമായിട്ടുള്ള പദം. ടീച്ചർ ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിമത്തുൻ എന്ന് പറയുന്ന പദം. മുസ്ലിമത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുസ്ലിമായിട്ടുള്ള പെണ്ണ് അല്ലേ. ഇനി നമുക്ക് കുറേ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കുറേ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയണം. അപ്പോൾ എങ്ങനെയായിരിക്കും പറയുക? അതിൻ്റെ കൂടെ മുസ്ലിമത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അലിഫും താവും വെച്ച് കൊടുക്കും. മുസ്ലിമത്തുൻ പ്ലസ് അലിഫും താവും, അപ്പോൾ എന്തായിട്ട് മാറും? മുസ്ലിമാത്തുൻ അല്ലേ. മുസ്ലിമാത്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുഅന്നസ് ആയിട്ടുള്ള പദത്തെ ജം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അവസാനത്തിൽ ഒരു അലിഫും താവും വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അലിഫും താവും വെച്ച് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ജംകൾക്ക് പറയുന്ന പേരാണെന്ത്? മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ജംകൾക്ക് പറയുന്ന പേരെന്താണ്? മുഅന്നസ് സാലിം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മുദരിസത്തുൻ മുദരിസാത്തുൻ, മുഅ്മിനത്തുൻ മുഅ്മിനാത്തുൻ. ഇതാണ് നമ്മുടെ അവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ള മക്തബത്തുൻ മക്തബാത്തുൻ, ലായിഹത്തുൻ ലായിഹാത്തുൻ, ഉൽബത്തുൻ ഉൽബാത്തുൻ. ഇനി ഇതല്ലാത്ത കുറച്ച് ജംഉകൾ കൂടെ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ പറഞ്ഞു ഉൽബത്ത് ഉൽബാത്ത് അല്ലേ, ലായിഹത്ത് ലായിഹാത്ത്, അതുപോലെ തന്നെ ഇഅ്ലാനാത്ത് കണ്ടില്ലേ. ഇഅ്ലാനത്തുൻ ജംആണെന്ത്? ഇഅ്ലാനാത്ത്. അതുപോലെ തന്നെ മക്തബാത്ത് പറഞ്ഞതാണ് അല്ലേ, മക്തബാത്ത്. അതുപോലെ തന്നെ റിവായാത്ത്, റിവായത്തും ജംആണ് റിവായാത്ത്, ടീച്ചർ പാടെടുത്ത സമയത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ മസ്റഹിയത്തുൻ ജംആണ് മസ്റഹിയാത്ത്. കണ്ടില്ലേ. അപ്പം ഇങ്ങനെ നമ്മളെന്താണ് അലിഫും താവും വെച്ച് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ജംഉകൾക്ക് എന്താണ് പറയുക? മുഅന്നസ് സാലിം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാലാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറുടെ വോയിസ് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനിയാണ് നമുക്കതിൻ്റെ ആക്ടിവിറ്റി വരുന്നത്. നുക്മിലുൽ ഫറാഅ, അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗം ഫില്ല് ചെയ്യാനാണ്. നുക്മിലു പൂർത്തിയാക്കാം, അൽ ഫറാഅ വിട്ട ഭാഗം, ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗം. ബി ജംഇൽ മുഅന്നസ് സാലിം, എന്ത് വെച്ച് കൊടുത്താണ്ട്? മുഅന്നസ് സാലിം വെച്ച് കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കാനാണ് അല്ലേ. ഒന്നാമത്തത് അൽ മുദരിസാത്തു,
മുദരിസാത്ത് അധ്യാപികമാർ. അൽ മുദരിസാത്തു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ലാഹിബത്തുൻ എന്നാണ്. ലാഹിബത്തുൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ജമ മുഅന്നസ് സാലിമാക്കുന്ന സമയത്ത് പ്ലസ് അലിഫും താവും. അപ്പോൾ എന്തായിരിക്കും? ദാഹിബത്തുൻ ദാഹിബാത്തുൻ അല്ലേ? അൽ മുദരിസാത്തു ദാഹിബാത്തുൻ ഇലൽ ജാമിഅ. അധ്യാപികമാർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരാകുന്നു. രണ്ടാമത് നോക്കൂ, അൽ തുല്ലാബു യതനാവലൂന. വിദ്യാർത്ഥികളെ യതനാവലൂന അവർ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അൽ വജ്ബത്ത് എന്നാണ്. വജ്ബത്ത് ഭക്ഷണമാണ് അല്ലേ? അപ്പം അതിൻ്റെ എങ്ങനെയാക്കും? പ്ലസ് അലിഫും താവും. അപ്പം എന്തായിരിക്കും? അൽ വജബാത്തു. അത്തുല്ലാബു യതനാവലൂനൽ വജബാത്തി. ഇനി മൂന്നാമത് നോക്കൂ, ഫഹസത്തി ത്വബീബത്തു. ഡോക്ടർ, ലേഡി ഡോക്ടറാണ് അല്ലേ? ഡോക്ടർ പരിശോധിച്ചു എന്നാണ്. ഫഹസോ പരിശോധിച്ചു. അൽ മരീദത്ത് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കതിനെ എന്താക്കി മാറ്റണം? ജംഉ മുഅന്നസ് സാലിമാക്കി മാറ്റണം. എങ്ങനെ മാറ്റും? പ്ലസ് അലിഫും താവും അല്ലേ? അപ്പം എന്തായിരിക്കും? അൽ മരീലോത്ത് എന്നായിട്ട് മാറും. ഫഹസത്തി ത്വബീബത്തു അൽ മരീലോത്തി. ഓക്കെ, ഫഹസത്തി ത്വബീബത്തു അൽ മരീലോത്തി എന്നാണ് വരിക കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജമ മുഅന്നസ് സാലിമാണ് എങ്കിൽ അഥവാ ഇങ്ങനെ വരുന്ന ജമുകൾ ഫായിലിൻ്റെ സ്ഥാനത്തൊക്കെയാണ് വരുന്നത് എന്ന് വെക്കാം. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്കാണ് വരുന്നത് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? അൽ മക്തബാത്തു അല്ലെ, അത്വബീബാത്തു എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അതല്ല, അത് വരുന്നത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്, മഫ്ഊൽ ബിഹി ആയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ ജറ് ചെയ്യുന്ന ഹർഫുകളുണ്ടല്ലോ, അലാമിൻ ഇല ഫി ബീലി എന്നൊക്കെ പറയുന്ന ഹർഫുകളൊക്കെ ഇതിൻ്റെ മുൻപിൽ വരികയാണ് എങ്കിൽ, അഥവാ മഫ്ഊൽ ബിയുടെ സ്ഥാനത്ത് വരിക അല്ലെങ്കിൽ ജറിൻ്റെ സ്ഥാനത്ത് വരികയാണ് എങ്കിൽ, അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ കെസ്റായിരിക്കും വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് തുല്ലാബു യതനാവലൂനൽ വജബാത്തി എന്ന് ടീച്ചർ പറയാനുള്ള കാരണം. ഓക്കെ, അതുപോലെ തന്നെ ഫഹസത്തി ത്വബീബത്തു അൽ മരീലോത്തി എന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ? അൽ മരീലോത്തി, അവിടെ എന്താണ്? മഫ്ഊൽ ബി ആയിട്ടാണ് അത് വരുന്നത് കേട്ടോ. ഇനി അല അയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ മുകളിൽ കൊടുത്ത ഉദാഹരണം നോക്കൂ, അന മക്തൂബുൻ അലൽ ഉൽബാത്തി. കണ്ടില്ലേ? അല വന്നപ്പം അൽ ഉൽബാത്തി എന്താണ് അവസാനം വരുന്നത്? കെസ്റാണ് വരുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് അവിടെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.